ഫ്രാൻസിസ് ടി മാവേലിക്കര മന്ത്രി ഇടപെടുമെന്ന ഉറപ്പാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഒപ്പം കുടുംബത്തിനുള്ള മറ്റ് സഹായം അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. എന്തായാലും ഈ ദുരന്തത്തിനൊപ്പം ആദ്യവട്ട സഹായം ഉറപ്പ് എന്നതാണ് മന്ത്രി നൽകുന്ന വാഗ്ദാനം. മന്ത്രിയുടെ വാക്കുകൾ ഫലവത്താകട്ടെ എന്ന്, അതൊരു പ്രഖ്യാപനത്തിനപ്പുറത്ത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ എന്ത് ചെയ്യാനൊക്കും? ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മന്ത്രിയുടെ ഈ പ്രഖ്യാപനം ആ കുടുംബത്തിന് സഹായമാകട്ടെ, ആ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിന് സഹായകരമാകട്ടെ എന്ന് ആശിക്കുകയാണ്. അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം സർക്കാർ എന്ന് പറഞ്ഞാൽ അതൊരു സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവർ സാംസ്കാരിക പ്രവർത്തനത്തിന് പോയവരാണ്. ഒരു തൊഴിൽ നാടക വേദിയിലാണെങ്കിൽ പോലും അവരൊരു സാംസ്കാരിക പ്രവർത്തനത്തിന് വേണ്ടി ഈ കൊച്ചു വണ്ടിയിൽ കയറി ഒരിടത്ത് നാടകം കളിച്ചിട്ട് അടുത്ത രാത്രിയിൽ അടുത്ത ദിവസം അടുത്ത നാടകം കളിക്കാൻ വേണ്ടി ഒരു ചുരം കയറി പോയടത്താണ് ഈ അപകടം ഉണ്ടായത്. ആ പാവങ്ങളെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം, അവരുടെ കണ്ണീരൊപ്പേണ്ട ഉത്തരവാദിത്തം ഇതൊക്കെ സർക്കാരിൻ്റെതാണ്. സർക്കാർ അത് ഏറ്റെടുക്കണം. കലാകാരന്റെ പ്രശ്നം സ്വന്തം പ്രശ്നം പോലെ. കാരണം നാടകം കൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിന്റെ പിന്തുടർച്ചയാണ് ഈ ഗവൺമെന്റ്. 1957 നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ഉൾപ്പെടെയുള്ള നാടകങ്ങൾ കൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ്. അത് സജി ചെറിയാനൊക്കെ ആവർത്തിച്ച് ഓർത്താൽ നന്നായിരിക്കും. അവിടെ നാടകക്കാരെ അവഗണിക്കുകയല്ല, പരിഗണിക്കുകയാണ്. ഇങ്ങനെയുള്ള ദുരന്തങ്ങളിലെങ്കിലും അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് ഈ ഗവൺമെന്റ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്ന മന്ത്രിയുടെ ഉറപ്പുണ്ടാകുന്നു. താങ്കളടക്കം ചൂണ്ടിക്കാണിക്കുന്ന നാടക പ്രവർത്തനത്തിന് വേണ്ടി കുടുംബങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് യാത്ര ചെയ്ത് ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് യാത്ര ചെയ്യുന്ന ആ യാത്രക്കിടയിലാണ് ഈ ദുരന്തമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ആശ്വസിപ്പിക്കണം. സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നവരാണ്. അതുകൊണ്ട് അവരെ ആ തരത്തിൽ ഏറ്റെടുക്കാൻ കഴിയണം. കുടുംബത്തിനും സഹായം നമുക്ക് ഉറപ്പുവരുത്തണം. എന്തായാലും മന്ത്രി നൽകുന്ന ഉറപ്പ് അതാണ്, അത് പാലിക്കപ്പെടട്ടെ. നാടക പ്രവർത്തകർ ശൈലജയും ഒപ്പം തന്നെ ഫ്രാൻസിസ് ടിയും മാവേലിക്കരയും ചൂണ്ടിക്കാണിച്ചതുപോലെ വേഗത്തിലുള്ള ഇടപെടൽ ഉണ്ടാവട്ടെ. അവിടെ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട്.